ഡോക്ടർ. ജെസ്സി അല്ലേ? ഡോക്ടർ, ഇതുകൊണ്ടൊക്കെ നമുക്ക് അമ്മയെ രക്ഷിക്കാനാവോ? അതോ അവളെ വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോകണം? അമ്മയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വൈദ്യനാണ് ആ മുറിക്കുള്ളിലുള്ളത്. വിശ്വാസവും ശാസ്ത്രവും കൊണ്ട് അദ്ദേഹം ഇതിനേക്കാൾ മോശം അവസ്ഥകൾ നേരിട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഫാദർ ബെനഡിക്ട് ആരാണ്? പരേതാത്മാക്കളെ കാണാനും കേൾക്കാനും സിദ്ധി കിട്ടിയൊരു വൈദ്യൻ. ലക്ഷ്യം നേടാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകും. ജെസ്സി പേടിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക. ഫാദർ അവരെ രക്ഷിക്കും. Most glorious prince of the heaven, armies, Saint Michael the Archangel, defend us in our battle against principalities and powers, against the ruler of the world of darkness, against the spirit of wickedness in the high places. In the name of the Father, of the Son, and of the Holy Ghost. Amen. Maya, Maya, Maya. I'm here to help you. I can show the way out from your sufferings and miseries. Elizabeth, നമുക്ക് സംസാരിക്കാം. നിനക്ക് എന്താണ് വേണ്ടത്? എലിസബത്ത്, നിന്റെ മരണത്തിന് കാരണക്കാരായവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന് സഹായിച്ചത് ഈ കുട്ടിയാണ്. അവളെ നീ ഉപദ്രവിക്കരുത്. എലിസബത്ത്, ഈ കുട്ടിയുടെ ശരീരം വിട്ട് പോയേ പറ്റൂ.
എലിസബത്ത്, നിന്റെ ശ്രമങ്ങളെല്ലാം വെറുതെയാണ്. അമ്മയുടെ ശരീരത്തിൽ നിനക്ക് ഇനി അധികം സമയമില്ല. Command you unclean spirit, now attacking this servant of God, by the mysteries of the incarnation, passion, resurrection of our Lord Jesus, descent of the Holy Spirit, I command you to obey me. I, whom am a minister of God, nor shall you embolden to harm in any way this creature of God. Obey me. Obey me. അതെ, വേണ്ട, അവളെ താങ്ങില്ല. പ്ലീസ്. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? നമ്മൾ വിചാരിച്ച പോലെ എളുപ്പമല്ല. വല്ലാത്തൊരു വില്ലുണ്ട് സ്പിരിറ്റിൽ. ഡോക്ടർ, അമ്മയുടെ ശരീരത്തിലുള്ളത് എലിസബത്തിന്റെ ആത്മാവില്ല. എലിസബത്ത് ആയിരുന്നെങ്കിൽ ഇതിനോടകം നമുക്ക് അമ്മയെ രക്ഷിച്ചെടുക്കായിരുന്നു. പിന്നെ ആരുടേതാണ്? ഇല്ല, അതറിയണം. ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിലെ ഭയം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അമ്മയെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂ. യെസ്.